കൊളാപൂർ താരാജ, കൊളാപൂർ ദശ. ഞാൻ മഹാറാണി കൊലാമൂർച്ച രാജ, കൊളാപൂരിന്റെ സാഹു മഹാരാജ്. ഇന്ന് നിന്ന് ഏകദേശം ഒരു 110 വർഷം മുമ്പ് നടന്ന സംഭവമാണിത്. കൊളാപൂരിലെ ഭാവ്സിംഗ്ജി റോഡിലെ ഗംഗാരാം കാംബ്ലെ എന്ന യുവാവ് ഒരു ചായക്കട തുറന്നു. ഗംഗാരാം കാംബ്ലെ തന്റെ കടയ്ക്ക് സത്യസുധാരക് എന്ന പേര് നൽകി. അവന്റെ കടയുടെ വൃത്തിയും ചായയുടെ രുചിയും അത്യുത്തമമായിരുന്നു. പക്ഷേ ഉയർന്ന ജാതിക്കാർ അവനെ ബഹിഷ്കരിച്ചു. ഒരു ദളിത് ചായ വിളമ്പുന്നു എന്നതിൽ അവർ വളരെ കോപിതരായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഈ കട മുഴുവൻ കൊളാപൂരിലും ചർച്ചാ വിഷയമായി. കാരണം ആ ദിവസം ചായ കുടിക്കാൻ ആ കടയിലെത്തിയത് കൊളാപൂരിന്റെ മഹാരാജാവായ ഛത്രപതി ഷാഹുജിയായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല. കാരണം 8-17 4 ജൂൺ 26 ജനിച്ച ഷാഹുജി ഒരു സാധാരണ രാജാവല്ല, മറിച്ച് മഹാനായ ഛത്രപതി ശിവാജി മഹാരാജിന്റെ വംശജനാണ്. മഹാനായ ഭരണാധികാരി രാജർഷി സാഹു മഹാരാജ്, ജനനായകൻ രാജർഷി സാഹു മഹാരാജ്, സാമൂഹിക പരിഷ്കർത്താവായ രാജർഷി സാഹു മഹാരാജ്. നമസ്തേ ജി, ഞാൻ ഹർപ്രീത് കൗർ ആണ്. ഇന്ന് നാം ആ ഭാരതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് നിന്ന് 100-125 വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പേർ അവരുടെ പേരിനൊപ്പം സമൂഹ പരിഷ്കർത്താവെന്ന പദവി ധരിച്ചിരുന്ന കാലത്തെ. പക്ഷേ ആഴത്തിൽ പരിശോധിച്ചാൽ സത്യം മനസ്സിലാകും. അവരുടെ പ്രവർത്തികൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. എന്നാൽ ഒരു സംഘടനയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടവര് വാക്കുകളിലല്ല, നേരിട്ട് നിലത്തിറങ്ങി ഉറച്ച പ്രവർത്തനത്തിൽ വിശ്വസിച്ചവരായിരുന്നു. മഹാപ്രതാപി ഛത്രപതി ശിവാജി മഹാരാജിന്റെ വംശജനായ മഹാരാജ ഛത്രപതി സാഹുജി ആ സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു. സാഹുജി മഹാരാജിന്റെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. അവിടെ പലപ്പോഴും അദ്ദേഹം ജാതിവാദത്തിന് നേരിട്ട് ചോദ്യം ചെയ്തിരുന്നു. ചിലപ്പോൾ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചും ചിലപ്പോൾ തമാശയായി തന്റെ അഭിപ്രായം പറഞ്ഞു. ആ കാലഘട്ടത്തില് ഭൂരിഭാഗം ആളുകളും ഗൗരവത്തോടെ വിശ്വസിച്ചിരുന്നത് ഒരു ദളിതൻ തങ്ങളെ സ്പർശിച്ചാൽ അവരുടെ മതം ഭ്രഷ്ടമാകുമെന്നായിരുന്നു. ദളിതരെ ക്ഷേത്രങ്ങളിലും മറ്റു പല പൊതുസ്ഥലങ്ങളിലും പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ മഹാരാജ ഛത്രപതി ഷാഹുജിയായിരുന്നു തന്റെ രാജ്യത്തും രാജമഹലിലും ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടത്. ഒരിക്കൽ രാജമഹലിനുള്ളിലെ കുളത്തിനരികില് ഒരു മറാത്ത സൈനികനും സാന്ത്രാമും ഉയർന്ന ജാതിക്കാരും ചേർന്ന് ഗംഗാരാം കാംബ്ലെയെ കനത്ത മർദ്ദനം നടത്തി. കാരണം ദളിത് യുവാവായ ഗംഗാരാം കുളത്തിലെ വെള്ളം സ്പർശിച്ച് അതിനെ അശുദ്ധമാക്കിയെന്നാണ് അവർ ആരോപിച്ചത്. അന്ന് ഷാഹുജി മഹാരാജ് കൊൽഹാപൂരിൽ ഉണ്ടായിരുന്നില്ല. അവര് തിരികെ വന്നപ്പോ ഗംഗാരാം കരഞ്ഞുകൊണ്ട് തന്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു. ഇത് കേട്ട ഷാഹുജി വളരെ കോപിച്ചു. സാന്തരാമിനെ കുതിരയുടെ ചാബുക്ക് കൊണ്ട് അടിച്ചു, ജോലി നിന്ന് പുറത്താക്കി. അതിനുശേഷം ഗംഗാരാമിനെ നെഞ്ചിലേർത്ത് എന്റെ രാജമഹലിനകത്ത് ഇത്തരം ഒരു സംഭവം നടന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. ഈ വിവേചനത്തിന് ശക്തമായി എതിർത്തു. അതേ ദിവസം പണം നൽകി ഗംഗാരാം കാംബ്ലെയുടെ ചായക്കട വീണ്ടും തുറപ്പിച്ചു. സ്വയം അവിടെ ചായ കുടിച്ച് ആ ധാരണയ്ക്ക് വെല്ലുവിളി നൽകാൻ തീരുമാനിച്ചു. സമൂഹം ഉത്തരവുകൾ കൊണ്ടല്ല, സന്ദേശങ്ങളിലൂടെയും ദൃഢമായ നടപടികളിലൂടെയും മാത്രമാണ് മാറുന്നത് എന്ന് ഷാഹുജി മഹാരാജ് നന്നായി മനസ്സിലാക്കുകയായിരുന്നു. ഷാഹുജി മഹാരാജ് സ്വയം ചായ കുടിച്ചതുപോലെ ഉയർന്ന ജാതിക്കാരായ തന്റെ ജീവനക്കാരെയും അതേ ചായ കുടിപ്പിക്കുമായിരുന്നു. രാജാവിനോട് ഇല്ലെന്ന് പറയാൻ ആരാണ് ധൈര്യം കാണിക്കുക? നിങ്ങൾ ചിന്തിച്ചിരിക്കാം, ഇന്നത്തെ ദിവസം മുതൽ 125 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഛത്രപതി ശിവാജി മഹാരാജിന്റെ വംശജനായ മഹാരാജ ഛത്രപതി ഷാഹുജിയിലെ ഈ മാറ്റം അപ്രതീക്ഷിതമായി ഉണ്ടായി? എങ്ങനെ അദ്ദേഹം സമൂഹത്തിന്റെ വേദന മനസ്സിലാക്കി? എങ്ങനെ അവർ ഇന്ത്യയിലൊരു സ്ഥിരമായ ധാരണയെ തകർക്കാൻ പുറപ്പെട്ടവരായിരുന്നു. പറയപ്പെടുന്നത് പോലെ വെള്ളത്തിന്റെ ഉറവിടം മഴ, വെള്ളച്ചാട്ടം, നദി, കിണർ എന്നിവയാണ്. അതുപോലെ തന്നെ ജീവന്റെ ഉറവിടം ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെ തന്നെ ദുഷ്പ്രവർത്തനങ്ങളോട് പോരാടാൻ ചിന്താധാരയുടെ ഉറവിടം അത്യാവശ്യമാണ്. കൊളാപൂരിൽ ജാതിവാദവും അസ്പൃശ്യതയും അതിന്റെ പരമാവധി നിലയിൽ ഉണ്ടായിരുന്നപ്പോൾ അതേ സമയത്താണ് 192 സംഭവം നടന്നത്. ഛത്രപതി ഷാഹുജി മഹാരാജ് ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ജോധ്പൂർ രാജാവ് പ്രതാപ് സിംഗ് മഹാരാജുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. അവിടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചർച്ച നടന്നു. ദുഷ്പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോധ്പൂർ രാജാവ് ഛത്രപതി ഷാഹുജി മഹാരാജിനെ ആ കാലത്തെ ആര്യ സമാജ് പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് ആര്യ സമാജവുമായി ആദ്യ പരിചയം ലഭിച്ചത്. ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഛത്രപതി ഷാഹുജി മഹാരാജ് വഡോദരയിലെ മഹാരാജാവ് ശ്രീ സ്യാജിറാവു ഗായകവാഡിനെ കണ്ടു.
അദ്ദേഹം മഹർഷി ദയാനന്ദ സരസ്വതിജിയെ കുറിച്ചും പറഞ്ഞു. കൂടാതെ ആര്യ സമാജ പ്രചാരകനായ മാസ്റ്റർ ആത്മാരാം അമൃത്സർജിയുമായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഈ പരിചയത്തിന്റെ ഫലമായി ഷാഹുജി മഹാരാജ് മനസ്സിലാക്കി, വരാനിരിക്കുന്ന ഭീഷണികളെ നേരിടാൻ കഴിയുന്നവൻ ആരാണെങ്കിൽ അത് ആര്യ സമാജാണെന്ന്. അതിനാൽ തന്നെ ഷാഹുജി മഹാരാജ് തന്റെ രാജ്യത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു പ്രതിജ്ഞ മനസ്സിലെടുത്തു: വൈദിക മതം ലോകമതമാകണം. ഈ ആഗ്രഹത്തോടെ അദ്ദേഹം കൊളാപൂർ നഗരത്തിൽ ആര്യ സമാജിന്റെ പിറവി ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. ശിവാജി വൈദിക വിദ്യാലയം സ്ഥാപിച്ചു. സാഹു ദയാനന്ദ് എന്ന പേരിൽ കോളേജ് തുറന്നു. സ്വാമി ശ്രദ്ധാനന്ദ് എന്ന പേരിൽ ആര്യമന്ദിരം നിർമ്മിച്ചു. പശുവധ നിരോധന നിയമം നടപ്പാക്കി. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കാര്യം, കൊളാപൂരിൽ 26,000 സത്യാർത്ഥ പ്രകാശ് ഗ്രന്ഥങ്ങൾ അച്ചടിപ്പിച്ചു. തന്റെ രാജ്യത്തെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഇവ നൽകി. സത്യാർത്ഥ പ്രകാശിന്റെ പഠനവും പരീക്ഷയും നിർബന്ധാക്കി. ജാതിവാദ വിവേചനം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേതുപോലെ മഹാരാഷ്ട്രയിലെ കൊളാപൂരിലും അതിന്റെ പരമാവധി നിലയിലായിരുന്നു. ഈ സാമൂഹ്യ ദോഷത്തോട് നേരിടാൻ ഷാഹുജി മഹാരാജ് വളരെ സൃഷ്ടിപരമായ മാർഗങ്ങൾ സ്വീകരിച്ചു. പ്രസംഗങ്ങൾ നടത്തുന്നതിനു പകരം പ്രവർത്തനത്തിലൂടെ മാതൃകയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചായക്കട കഥ അതിനുദാഹരണമാണ്. അവിടെ തന്നെ നിൽക്കാതെ 1920 അദ്ദേഹം തന്റെ രാജ്യത്ത് സംവരണം നടപ്പിലാക്കി. അതൊരു വിപ്ലവാത്മകമായ നടപടിയായിരുന്നു. അദ്ദേഹം സർക്കാർ ജോലികളില് പിന്നാക്ക ജാതികളിൽപ്പെട്ട 50% പേർക്ക് സംവരണം നൽകാൻ തീരുമാനിച്ചു. ഇത് ഒരു അത്യന്തം നിർണായകമായ തീരുമാനമായിരുന്നു. കാരണം പിന്നീട് സംവരണത്തിന്റെ ഭരണഘടനാപരമായ സംവിധാനം കൊണ്ടുവരാനുള്ള വഴി അതിലൂടെ തെളിഞ്ഞു. തന്റെ ഭരണപ്രദേശത്ത് പൊതുസ്ഥലങ്ങളിലെ ഏതു തരത്തിലുള്ള അസ്പർശ്യതയ്ക്കും നിയമപരമായി നിരോധനം ഏർപ്പെടുത്തി. എല്ലാ വർഗങ്ങൾക്കും ഉപനയനവും വേദപാഠവും ലഭ്യമാക്കാനുള്ള സംവിധാനവും ഒരുക്കി. എല്ലാ കൃത്രിമമായി ഉയർന്നതും താഴ്ന്നതുമായ വർഗങ്ങളെയും ഒരുമിച്ച് മതോത്സവങ്ങളിൽ പങ്കാളികളാകാൻ പ്രോത്സാഹിപ്പിച്ചു. പിന്നാക്ക ജാതികളിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സ്കോളർഷിപ്പ് നൽകി. അതേ സ്കോളർഷിപ്പിന്റെ സഹായത്താൽ ഡോക്ടർ ഭീംറാവു അംബേദ്കർ വിദേശത്ത് പോയി PhD ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ശ്രദ്ധിക്കുക, ഡോക്ടർ അംബേദ്കർക്ക് ഈ സ്കോളർഷിപ്പ് മാസ്റ്റർ ആത്മാരാം അമൃത്സർജിയുടെ സഹായത്തോടെയാണ് ലഭിച്ചത്. സാഹുജി മഹാരാജിനെ വഡോദരയുടെ രാജാവ് പരിചയപ്പെടുത്തുകയായിരുന്നു. തീയതി മാർച്ച് 8, വർഷം 1920. അന്നത്തെ സൗരാഷ്ട്രത്തിലെ ഭാവനഗറില് ആര്യ സമാജിന്റെ അഖില ഭാരതീയ ആര്യസഭയുടെ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയ സാഹുജി മഹാരാജ് പ്രസംഗിച്ചു: സജ്ജനമേ, നാം കുറച്ച് ഭാരതവർഷത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കാം. 1000 വർഷം മുമ്പുള്ള ഭാരതവും ഇന്നത്തെ ഭാരതവും തമ്മിൽ ഭൂമിയും ആകാശം പോലെ വലിയ വ്യത്യാസമാണ്. ഇന്ന് വീരത, ജൈനധർമ്മശീലത, ഉദാരത, സദ്ഗുണങ്ങളെല്ലാം ഇല്ലാതായി. ആയിരക്കണക്കിന് ദുഷ്പരമ്പരകളും പഴയ ചട്ടങ്ങളും നിറഞ്ഞ ഭാരതത്തെ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ബാലവിവാഹം, ബഹുവിവാഹം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൽ വിലക്ക്, വർണ്ണാശ്രമധർമ്മത്തിലെ അനിയമങ്ങൾ തുടങ്ങിയ അനേകം അപകടകരമായ പഴയ ചട്ടങ്ങൾ ഇന്ന് സമൂഹത്തെ ജീവൻ കെട്ടതാക്കി തീർത്തിരിക്കുന്നു. സ്വന്തം പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറഞ്ഞു: വൈദിക ധർമ്മം മാത്രമാണ് ദേശത്തെ ഉണർത്താൻ കഴിയുക. സ്വാമി ദയാനന്ദജിയുടെ ഉപദേശിച്ച ഈ ധർമ്മം ലോകവ്യാപകമാകും. എന്നാൽ ഇതിനു മുമ്പ് തന്നെ 118 ഡിസംബർ 14 തന്റെ പ്രസംഗത്തിൽ ഷാഹുജി മഹാരാജ് പറഞ്ഞിരുന്നു: ഓരോ വ്യക്തിക്കും അഭ്യാസത്തിലും ചിന്തയിലും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്ന്. ആര്യ സമാജം ഇതിന് അനുമതി നൽകി. പക്ഷേ വികൃതമായ ഹിന്ദുധർമ്മം അതിന് അനുമതി നൽകുന്നില്ല. അതിനാലാണ് പാണ്ഡെ പൂജാരിമാരുടെ ധർമ്മം ജനങ്ങൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കുന്നത്. എന്നാൽ മഹർഷിജി ഉപദേശിച്ച വൈദിക ധർമ്മം ആളുകളെ ഐക്യപ്പെടുത്തുകയാണ്. ഇന്ന് ചിലർ പറയുന്നു ഷാഹുജി മഹാരാജ് ആ കാലത്ത് ഹിന്ദു സാമൂഹ്യ ന്യായത്തിന്റെ ആശയം അംഗീകരിച്ചുവെന്ന്. എന്നാൽ അവർ ഈ സത്യത്തെ അവഗണിക്കുന്നു. ഷാഹുജി മഹാരാജ് ജാതി ആധിപത്യം, പുരുഷ ആധിപത്യം, മത ആധിപത്യം എന്നിവയെ നിരാകരിച്ചു. ജാതി, പിതൃ, അധികാരം അല്ലെങ്കിൽ ഒരു ജാതിയുടെ മാത്രം അവകാശം എന്ന് കരുതിയിരുന്നവയെ. തന്റെ ആശയങ്ങളിൽ അദ്ദേഹം വേദിക ആശയങ്ങളെ ഉദാരമായ ആധുനിക പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെടുത്തി. ഇത് പഴയ ഹിന്ദു ആശയങ്ങളുടെ പുനരുജ്ജീവനമല്ല, മറിച്ച് പൗരത്വത്തിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആധുനിക സമൂഹത്തിന്റെ കൽപ്പനയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. 11222 മെയ് 6 ഷാഹുജി മഹാരാജ് അന്തരിച്ചു. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഷാഹുജി മഹാരാജ് ഒരു അമൂല്യ രത്നം പോലെയാണ്. സ്ഥാനം നേടി.
സമൂഹത്തിലെ എല്ലാ മേഖലകളുടെയും ജനാധിപത്യവൽക്കരണത്തിനായി ഷാഹുജി മഹാരാജ് തന്റെ മുഴുവൻ ജീവിതവും മനുഷ്യ നിക്ഷേപമായി സമർപ്പിച്ചു. ഇന്നും സാമൂഹിക, മത, രാഷ്ട്രീയ ചിന്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്ക് അത്യന്തം പ്രധാനപ്പെട്ടതാണ്. അവർ ജാതി വ്യത്യാസത്തിന്റെ കടുത്ത എതിരാളികളായിരുന്നു. കാരണം സാമൂഹിക മാറ്റത്തിനാണ് അവർ പിന്തുണ നൽകിയിരുന്നത്. ഇന്നും നമ്മുടെ കാലത്ത് ഷാഹുജി മഹാരാജിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ ന്യായത്തോടുള്ള അവരുടെ പ്രതിബദ്ധത, ജാതി നശീകരണം, സ്ത്രീകളുടെ മോചനം എന്നിവ. മതസൗഹാർദ്ദം പോലുള്ള മൂല്യങ്ങള് ഡോക്ടർ ഭീംറാവു അംബേദ്കർജിയും ഒരിക്കൽ പറഞ്ഞിരുന്നു. ഷാഹുജി മഹാരാജിന്റെ ജയന്തി ഒരു വലിയ ഉത്സവമായി ആചരിക്കണമെന്ന്. മഹർഷി ദയാനന്ദജിയുടെ അറ്റൂട്ട് ശിഷ്യനും ദലിതോദ്ധാരത്തിന്റെ സന്ദേശവാഹകനുമായ ആര്യ നരേഷ് ശ്രീ ഷാഹുജി മഹാരാജന്റെ മഹത്തായ വ്യക്തിത്വത്തിന് ശക്തമായ നമസ്കാരം. രാജർഷി ഷാഹു മഹാരാജ, രാജർഷി ഷാഹു മഹാരാജ, രാജർഷി ഷാഹു മഹാരാജ.